നീ കിടന്നോ അപ്പു? ഇല്ല, എന്തെടുക്ക? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എന്നെ കെട്ടാൻ പുറപ്പെട്ടു വരുന്ന ആ കാനഡ ഡോക്ടർക്ക് വിശദമായിട്ടൊരു മെയില് തയ്യാറാക്കി അയച്ചു. അതിന്റെ പണിപ്പുരയിലായിരുന്നു. നീ അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോ? യെസ്, അതാണല്ലോ വിശദമായി എന്ന് പറഞ്ഞത്. അപ്പു ആരാണെന്ന് അയാളിപ്പോ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാം അറിയുമ്പോ അയാൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നെന്ന് നീ ചിന്തിച്ചോ? അയാൾ എങ്ങനെ ചിന്തിച്ചാലും എനിക്കൊന്നുമില്ല. ചിലപ്പോ പ്രപ്പോസ് ചെയ്തത് അബദ്ധമായി പോയെന്ന് വിചാരിച്ചോളൂ. അതോടെ അയാളുടെയും തന്തപ്പടിയുടെയും ശല്യം ഒഴിവായി കിട്ടുമല്ലോ. പക്ഷെ അപ്പു, അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചൊന്ന് പറയാനാവില്ലല്ലോ. VP അങ്കിൾ എല്ലാം അറിയില്ലേ? അറിയട്ടെ. ഈ പ്രപ്പോസലുണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമല്ലോ. പക്ഷെ നീ ഇത്ര തിടുക്കം കാണിക്കേണ്ടിയിരുന്നില്ല. നീ അയച്ച മെയില് അയാൾ ഉറപ്പായും അങ്കിളിന് ഫോർവേഡ് ചെയ്യാതിരിക്കില്ല. ചെയ്യട്ടെ. അതിനുവേണ്ടി തന്നെയാ ഞാൻ അത്രയും ഡീറ്റെയിൽ ചെയ്തത്. ഒന്നുമില്ലേലും അമ്മയ്ക്ക് VPയോട് അത്ര ബുദ്ധിമുട്ടിയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ലല്ലോ. കാര്യങ്ങൾ അല്ലാതെ തന്നെ അച്ഛന് മനസ്സിലായിക്കോളും. പിന്നെ എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങൾ? ഇവിടെ എന്ത് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. അയാള് ഡോക്ടർ ജോബിൻ പിന്നെ വിളിച്ചിരുന്നോ? ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ വിളിക്കും. എല്ലാ ദിവസവും ഫ്രീ ടൈം കുറച്ചെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ. അയാളുടെ മമ്മി മോന് വേണ്ടി നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നെന്ന് കേട്ടല്ലോ. നേരാണോ? എനിക്ക് അറിയില്ല അപ്പോ. എന്നാ എനിക്കറിയാം. എന്നോട് നുണ പറയണ്ട മാളു. ശ്രമിച്ചാലും നിനക്കതിന് കഴിയില്ല. പിന്നെന്തിന്? എനിക്കതിൽ വിഷമമൊന്നുമില്ല. അയാള് നല്ലവനാ. നമ്മുടെ പാക്കറിനെ പോലെ ഫ്രോഡല്ല. ശരി, നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നല്ല ക്ഷീണം തോന്നുന്നു. ബൈ, ഗുഡ് നൈറ്റ്. ആരായിരുന്നു ഫോണില്? അപ്പു ആയിരുന്നു അല്ലേ? നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പഴയതുപോലെ കോണ്ടാക്ട് ഉണ്ട് അല്ലേ? അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കും. അത്രേ ഉള്ളൂ? അല്ലാതെ നിങ്ങൾ തമ്മിൽ കാണാറേ ഇല്ല? അപ്പോ ഇപ്പോ കോളേജിൽ വരാറില്ല. കോളേജിൽ വെച്ച് നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്. കോളേജിലല്ലാതെയും പുറത്തു വെച്ച് കാണാനുള്ള അവസരം ഉണ്ടല്ലോ. അങ്ങനെ വല്ലതും കാണാറുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല. ഉറപ്പാണോ? പക്ഷെ ഞാൻ അറിഞ്ഞത് അങ്ങനല്ലല്ലോ. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പുറത്തു വെച്ച് കാണാറുണ്ടെന്നാ. ഡോക്ടർ ജോബിന്റെ പ്രസൻസിൽ ഇന്നും അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ വീണ്ടും കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനും അശ്വതിയായിരുന്നു. പഴയതുപോലെ നീ വീണ്ടും ആക്റ്റീവായി പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ. കോളേജിൽ വെച്ച് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനും പഴയതുപോലെ ഫ്രണ്ട്ഷിപ്പ് തുടരാനൊക്കെ ചാൻസ് ഉണ്ടെന്നറിഞ്ഞിട്ടും ഞാനോ അമ്മയോ അതേക്കുറിച്ച് നിന്നോട് ഒരക്ഷരം പോലും ചോദിക്കാതിരുന്നത് ഞങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഇനിയൊന്നും നിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. എല്ലാ പ്രശ്നങ്ങളും ഒന്നും ഒതുങ്ങിയല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ ആ പ്രതീക്ഷയും വിശ്വാസവും കുറച്ചു മുൻപ് അവസാനിച്ചു. ഞാനും അപ്പവും തമ്മിൽ കണ്ട കാര്യം അച്ഛനോട് ആരാ പറഞ്ഞത്? അരുൺ ഭാസ്കർ ആയിരിക്കും അല്ലേ? പറഞ്ഞതാരെങ്കിലും ആയിക്കോട്ടെ, അതിൽ സത്യമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഇനി ഇതിൽ കൂടുതലൊരു തെളിവോ വിശദീകരണമോ ആവശ്യമില്ല താനും. ഇതറിഞ്ഞപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കാൻ ഞാൻ തയ്യാറായതാ. ഒന്നും ചോദിക്കണ്ടെന്നും ചോദിച്ചാ നിനക്ക് വിഷമമാവുമെന്നും പറഞ്ഞ് എന്നെ വിലക്കിയത് നിന്റെ അമ്മ തന്നെയാണ്. അച്ഛാ, ഞാൻ വേണ്ട മോളു, ഞാൻ പറഞ്ഞല്ലോ
ഇനി ഈ കാര്യത്തിൽ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുതെന്ന് അശ്വതി എന്നെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കാറുണ്ട്. അത് തന്നെ എനിക്ക് എൻ്റെ മോളോടും പറയാനുള്ളത്. അച്ഛനെയും അമ്മയും വേദനിപ്പിക്കുന്ന ഒന്നും നിന്റെ ഭാഗത്തു നിന്നുണ്ടാവരുത്. അത്രയെങ്കിലും ഒരു ഉപകാരം ചെയ്തൂടെ നിനക്ക്? അച്ഛനും മോളോട് പിണക്കൊന്നുമില്ല കേട്ടോ. കിടന്നോ. ഗുഡ് നൈറ്റ്.